കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി. ബുധനാഴ്ച രാവിലെ പെരുമ്പാവൂർ സബ് ട്രഷറിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. പോലീസ് സേനയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരോടുള്ള കേരള സർക്കാരിന്റെ അവഗണനയ്ക്കും അവകാശ നിഷേധത്തിനുമെതിരെ എറണാകുളം റൂറൽ ജില്ലയിലെ പെൻഷൻകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. പെൻഷൻ കുടിശ്ശിക, ക്ഷാമാശ്വാസ കുടിശ്ശിക, കുടിശ്ശികയുടെ മുൻകാല ആനുകൂല്യം എന്നിവ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ബുധനാഴ്ച രാവിലെ പെരുമ്പാവൂർ സബ് ട്രഷറിക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയുടെ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു മാർച്ചും ധർണയും നടത്തുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ സർവീസിലുള്ളപ്പോൾ ഇവരുള്ള ജാഥകളും അല്ലെങ്കിൽ മറ്റേ ഗവൺമെൻറ്റോടുള്ളൊക്കെ ജോലി ചെയ്ത ഞങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിക്കേണ്ടതായ വളരെയധികം ആനുകൂല്യം ലഭിക്കാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാർച്ചും ധർണയും നടത്താനായിട്ട് തീരുമാനിച്ചത്. നിലവിൽ 39% ഡി എ അനുവദിക്കേണ്ട, അതായത് ഡി എ കുഴിച്ച് 30% പെൻഷനിൽ ഒരു പെൻഷൻ ലഭിക്കാനുണ്ട്. ഇനി ഗവൺമെൻറ് അനുവദിച്ച 2-3% ഡി എ ഉണ്ട്. അത് 39-40 മാസമായിട്ട് ഇതുവരെയായിട്ടും അത് ഒരു പൈസ പോലും ആർക്കും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ സർവീസ് ട്രെയിനിങ് പീരീഡ് സർവീസായിട്ട് പരിഗണിക്കുക. അവിടെ കുറച്ച് ആളുകൾക്കൂടെ പരിഗണിച്ചിട്ടുണ്ട്, ബാക്കി മുഴുവൻ ആളുകളെയും അത് പരിഗണിക്കുക. അതുപോലെ തന്നെ 4ാം ഗഡു അനുവദിക്കുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ, അതുപോലെ മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ മാർച്ചിന് മുൻകൈയെടുക്കുന്നത്. കോർഡിനേറ്റർ ജോബ് CT അനുസ്മരണ പ്രഭാഷണം നടത്തി. മേഖലാ കൺവീനർ KV മത്തായി ആമുഖ പ്രഭാഷണം നടത്തി. KSPPWA ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റ്യൻ മാർച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന ധർണ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെ സംബന്ധിച്ചും എടുത്ത് പരിശോധിച്ചാൽ, ആനുകാലിക വിഷയങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പെൻഷൻ കൊടുക്കുന്നതിന്, അതല്ല എങ്കിൽ ജോലി ഇതിന് ശമ്പളം കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് കാലതാമസം വരുത്തുന്നതെന്ന് മാത്രമല്ല പല രീതിയിലും അത് ലഭിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാലങ്ങൾ മാറി മാറി വരും, രാഷ്ട്രീയ രംഗം മാറി മാറി വരും. ആര് ഭരിച്ചാലും ആരാണ് ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നതെന്നുള്ള അല്ല വിഷയം. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെതിരെ ചോദ്യം ചെയ്യാനുള്ള ഒരു മാനസിക നില. ഇവർക്കും കുടുംബമുള്ളവരാണ്, ഈ കിട്ടുന്ന പെൻഷൻ കൊണ്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത്, അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത്, പല കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നത്. ഇതെല്ലാം അസുഖം ബാധിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ഇപ്പം മെഡിസിപ്പ് ഉണ്ട്. മെഡിസിപ്പ് പൂർണ്ണമായ രീതിയിൽ ഇത് കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് ഏതെങ്കിലും രീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായ കാര്യം, അത് കഴിഞ്ഞ് കിഡ്നി സംബന്ധമായ വേറൊരു സ്ഥലത്ത്, ഈ രീതി സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുള്ള പല സംവിധാനങ്ങളും കൃത്യമായ രീതിയിൽ ഇത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. വലിയൊരു പരാജയമാണ് മെഡിസിപ്പ് എന്നെടുത്ത് പറയേണ്ടി വരും. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. സത്യവും ധർമ്മവും നീതിയും പുലർത്തണമെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടവ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് കാണുന്നു. 19% ഡി എ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു 10,000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക്, 20,000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് 3,000 മുതൽ 4,000 രൂപ വരെയാണ് നഷ്ടം. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാര്യങ്ങൾ നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതും ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിൽ ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കുകയും ഈ അസോസിയേഷന്റെ ഒക്കെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ച് മൊത്തത്തിൽ കേരളത്തിലെ പെൻഷൻകാരോട് നീതി നിഷേധമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് കൈക്കൊള്ളേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാന സെക്രട്ടറി മണികണ്ഠൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP പോൾ, സംസ്ഥാന സെക്രട്ടറി R രവികുമാർ, ജില്ലാ രക്ഷാധികാരി PU ജോസഫ്, TK തോമസ്, ജില്ലാ ട്രഷറർ സലിം KS, ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ TA തുടങ്ങിയവർ പങ്കെടുത്തു. മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക, 12ാം ശമ്പള കമ്മീഷൻ ഉടൻ നിയമിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ ഉന്നയിച്ചു. പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച DGP മുതൽ സിവിൽ പോലീസ് ഓഫീസർ വരെയുള്ള അംഗങ്ങളാണ് ഈ സംഘടനയിലുള്ളത്. രാജ്യത്ത് ഈ പോലീസ് സേനാംഗങ്ങളുടെ നല്ല കാലം മുഴുവൻ ഈ നാടിന് കാവലായി നിന്ന് ഈ നാടിന്റെ അക്രമങ്ങളും കലാപങ്ങളും സംരക്ഷിച്ച ഈ പെൻഷൻ പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥർ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ, അവർ അസുഖമായി ബാധിച്ച് വീട്ടിലൊക്കെ കിടക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട
ലഭിക്കേണ്ട തുച്ഛമായ ആനുകൂല്യം, കാലാകാലങ്ങളിൽ ലഭിച്ചു വന്നിരുന്ന ആനുകൂല്യം അത് ലഭിക്കാതെ അത് നിഷേധിക്കുന്ന സർക്കാർ നടപടി. ഞങ്ങൾ ഒരിക്കലും ഒരു സമരം ചെയ്യുന്ന സംഘടനയല്ല. സമരം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ നമ്മൾ ഈ ലോകത്ത് തന്നെ വിട പറയുകയാണ്. ആ സർക്കാർ നിഷേധത്തിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത്. മീഡിയ സിറ്റി പെരുമ്പാവൂർ.